ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ചന്ദ്രകാന്തം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്രൊമോയിലുണ്ടല്ലോ, നമ്മുടെ പിങ്കിയും നമ്മുടെ നന്ദയും തമ്മിൽ ഭയങ്കര പോരാട്ടോ. നമ്മുടെ പിങ്കി ഇപ്രാവശ്യം കണ്ടിട്ട് ഭയങ്കര സൈലന്റ് ആട്ടോ. പിങ്കി നമ്മുടെ നന്ദയോട് മറുത്തൊരു അക്ഷരമോ മറുത്തൊരു വാക്കോ ഒന്നും തന്നെ ഇന്നത്തെ പ്രൊമോയില് മിണ്ടുന്നില്ല കേട്ടോ. ആ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഗൗരി മോൾ നമ്മുടെ നന്ദിയോട് പറയുന്നുണ്ട്, ഞാൻ നന്ദുവിന്റെ അച്ഛനെ പോലെ എന്റെ അച്ഛനും ഭയങ്കര സ്ട്രോങ് ആയിരുന്നോ, എല്ലാ ഗുണ്ടകളെയും ഇടിച്ച് ശരിപ്പെടുത്തുന്ന ആളായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ഗൗരി മോള് നമ്മുടെ നന്ദയോട് ചോദിക്കുവാട്ടോ. അപ്പൊ നമ്മുടെ നന്ദ പറയുന്നുണ്ട്, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, നീ എന്തിനാ എന്നോട് അദ്ദേഹത്തെ പറ്റി ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യമൊക്കെ നമ്മുടെ പിങ്കി കേൾക്കുന്നുണ്ട്. അപ്പൊ പിങ്കി എന്തൊക്കെയോ ഉപദേശിക്കാൻ ചെന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ നന്ദ നമ്മുടെ പിങ്കിയോട് പറയുന്നുണ്ട്, ഇതൊക്കെ ചെന്ന് നീ അദ്ദേഹത്തോട് പറ, നീ എന്റെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്റെ അടുത്ത് നിന്ന് ചോദിച്ചാൽ ഞാനതിന് കൃത്യമായ മറുപടി കൊടുത്തോളാം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പിങ്കി ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ മൗനം പാലിച്ചിങ്ങനെ തല കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു രംഗം മാത്രമാട്ടോ നമുക്ക് കാണുവാൻ സാധിച്ചത്. നമ്മുടെ നന്ദയാണ് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഇന്ദിവരത്തില് നമ്മുടെ പവിത്രയെ, നമ്മുടെ ഇന്ദിവരത്തിലെ ആ ഒരു പുതിയ ചേച്ചി ഉണ്ടല്ലോ, ആ ചേച്ചി ഇങ്ങനെ നമ്മുടെ ഭയങ്കര ഉപദേശിച്ചു കൊടുക്കുക. നിനക്ക് ഈ ഒരു കുടുംബത്തില് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിയുമെങ്കിൽ നിനക്കായിരിക്കും പിങ്കിനേലും മേളില് സ്ഥാനം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പവിത്ര പറയുന്നുണ്ട്, ആ എനിക്കറിയാം, പക്ഷെ എന്ത് ചെയ്യാനാ, അതില് യോഗം ഇല്ലാതായി പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതെന്ത് യോഗം ഇല്ലാത്തത്, ഇനി നമ്മുടെ പവിത്ര ഇനി പ്രസവിക്കില്ലേ അല്ലേ കൂട്ടുകാരെ? അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം, എന്തെങ്കിലും കാരണം ഉണ്ടാവും, അതായിരിക്കുമല്ലോ നമ്മുടെ പവിത്ര അങ്ങനെ പറഞ്ഞത്. അപ്പോഴത്താണെങ്കിൽ നമ്മുടെ പിങ്കി നമ്മുടെ നന്ദ അവരുടെ കാര്യങ്ങൾ എങ്ങനെ സോൾവ് ആകും, ആ ഒരു തെറ്റിദ്ധാരണ എന്ന് മാറിക്കിട്ടും അല്ലെ? എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.